ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പതിവിൻ്റെ കയ്യിൽ കൊടുത്തു. പതിവത് പതിനെൻ്റെ കയ്യിലേക്ക് മാല കൊടുത്തു. മാല എടുത്തുകൊണ്ട് അനുസരിക്കുകയാണ്. അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ. വിഷു വേണ്ട ഇങ്ങനെ ആധാരം ഒരു നല്ല കയ്യിൽ എല്ലാവരും നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയാണ്. ആർത്തിന്റെ കത്തിലും ഒരു മനോഹരമായ വീടും സന്ധ്യമോൾക്ക് ജീവമാതാകാരുടെ ഭവൻ സമ്മാനമായി നൽകുന്ന മഹനീയ ചാർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ നോക്കണേ. എല്ലാവരും കൂടെ വന്നോ വന്നോ നമ്മളോട് സംസാരിക്കുന്നതിനായി എല്ലാവരും ഇവിടെ വന്നവരെല്ലാവരും ജീവമാതാക്കാരുടെ ഭവനത്തെ ക്ഷണിക്കപ്പെട്ടു. അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. വളരെ അവിചാരിതമായി ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ എത്താൻ ഒരു സന്ധ്യാസമയത്ത് സാധിക്കുകയും ആ ദിവസമാണ് പ്രിയപ്പെട്ട സന്ധ്യയെ കാണുകയും ചെയ്തു. പ്രതീഷ് എൻ്റെ തൊട്ടടുത്ത അയൽവാസിയാണ്, അതിലുപരിയായ ഒരു സുഹൃത്തു കൂടിയാണ്. പ്രതീഷ് പണ്ട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നു, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടാൽ തീർച്ചയായും അതിന് എനിക്ക് ഒരു കൂട്ടുകാരിയായി കണ്ടെത്താൻ ഒരാളെ തിരഞ്ഞെടുക്കണം ചേച്ചി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീഷിനോട് ഇങ്ങനെ ഒരു കാര്യം പറയുകയും പ്രതീഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രഞ്ജുവും പ്രതീഷും ഞാനും കൂടിയാണ് ഇവിടെ വന്ന് പെൺകുട്ടിയെ കാണുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ പെൺകുട്ടിയുടെ വീട്ടുകാരും ആയി ഇവിടെ എത്തിച്ചേരുകയും വിവാഹം ഉറപ്പിക്കുകയും ചെയ്തത്. ഇങ്ങനെയൊരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ എളിയ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ല ഒരു വിവാഹ ജീവിതം പ്രിയപ്പെട്ട പ്രതീഷിനും സന്ധ്യയ്ക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ശ്രീമതി ഉദയഗിരിജയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ജീവമാത ഭവനത്തിലെ ഒരു മോളുടെ വിവാഹം സന്ധ്യ എന്ന മോള് പ്രതീക്ഷിച്ച് വിവാഹം കഴിച്ച മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ കുഞ്ഞിനെ വളർത്തി സ്വന്തം അമ്മയുടെ സാന്നിധ്യം നൽകിക്കൊണ്ട് ഒരുപാട് വിശേഷ വ്യക്തികൾ നമ്മുടെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികൾ, ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അധികാരികളെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവാഹം നടത്തിയ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷവും അഭിമാനവുമായി. ഇങ്ങനെ ആയിരിക്കണം കുട്ടികളെ വളർത്തുന്ന സ്ഥാപനങ്ങൾ എന്ന് എനിക്ക് അഭിപ്രായപ്പെടാനുണ്ട്.